ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല രീതിയിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ നടൻ ജോയ് മാത്യു 24-നൊപ്പം ചേരുന്നു. താങ്കൾ ഇതിന്റെ ഉള്ളടക്കം അറിഞ്ഞു കാണുമല്ലോ. ഞെട്ടിക്കുന്നതല്ലേ ഉള്ളടക്കം? അതായത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഞാനൊരു സർവ്വജ്ഞാനവശമൊന്നുമല്ല. പലരും ആദ്യത്തെ ഈ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറ്റേ ദിവസം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഇദ്ദേഹം എവിടെ പോയി, അദ്ദേഹം എവിടെ പോയി. ഒന്നാമത് ഈ ഓൺലൈനിലുള്ള ആൾക്കാർ തന്നെ, മീഡിയക്കാർ തന്നെ ഇത് മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇത് വായിക്കാനും പഠിക്കാനും സമയമെടുക്കും. നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ പ്രതികരിക്കുക, നല്ലോണം അറിയുന്ന വിഷയങ്ങളെ പറ്റി. അപ്പോൾ ഒരു ലീഗൽ ടേംസൊക്കെ വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എനിക്കിങ്ങനെ നിയമ പരിജ്ഞാനം ആ അർത്ഥത്തിൽ കുറവാണ്, ഞാൻ നിയമജ്ഞനല്ല. അപ്പോൾ അത് വായിച്ച് പഠിച്ചിട്ടേക്ക് നമുക്കൊരു അഭിപ്രായം വിവരിക്കാൻ പറ്റുള്ളൂ. 293 പേജുണ്ട് ഈ ഒരു സംഭവം. ഞാൻ ഇപ്പോൾ 126 പേജായിട്ടേ ഉള്ളൂ. പിന്നെ ഓൺലൈനിലുള്ളവരും നിങ്ങളെപ്പോലുള്ള മീഡിയക്കാരും അടിച്ചിറക്കുകയാണ് അതിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ വായിച്ചിടത്തോളം അറിവ് വെച്ചിട്ട് സംസാരിക്കാം. അതുകൊണ്ടാണ് വൈകിയത്. വായിച്ചെടുത്തോളം വെച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല റിപ്പോർട്ടാണത്. വളരെ നല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും സിനിമ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമായ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണത്. ഇതിലുള്ള പല കാര്യങ്ങളും നടപ്പിൽ വരുത്തേണ്ടതുമാണ്. പക്ഷേ ഇത് 4.5 കൊല്ലം എന്തിന് പൂഴ്ത്തി വെച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിലിപ്പോൾ പല പേജുകളും ഒഴിവാക്കിയിട്ടാണ് സർക്കാർ ഇത് പുറത്തോട്ട് വിട്ടത്. അതിൽ സ്വകാര്യതയുടെ ഒരു പ്രശ്നം ആണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ എന്തായാലും ഇതിന് പിന്നിൽ. അല്ലെങ്കിൽ ഇപ്പോൾ അല്പം നിയമജ്ഞാനമുള്ള ഒരു സാംസ്കാരിക മന്ത്രി ആയിരുന്നെങ്കിൽ ഇത് 4.5 കൊല്ലം എടുത്തു വെക്കുകയും മാറ്റിവെക്കുകയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. ഇപ്പം നേരെ മറിച്ച് വല്ല ബാലഗോപാലനോ അല്ലെങ്കിൽ MP രാജേഷോ പോലെ അല്പെങ്കിലും നിയമങ്ങളെ പറ്റി ധാരണയുള്ള ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അന്നേ ഇത് പുറത്തു വന്നിരുന്നെങ്കിൽ ഈ 4.5 കൊല്ലവും ഈ തൊഴിലിടത്തിലെ സ്ത്രീകൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അറ്റ്ലീസ്റ്റ് അവരിൽ പറയുന്ന പ്രാഥമികമായ കുറേ കാര്യങ്ങളില്ലേ, ശുചിമുറി സൗകര്യങ്ങൾ, വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ വരെയുണ്ട്, അത് പുറത്തു വരുമായിരുന്നു. ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ പറയുന്നത് അതിൽ പല പേജുകളും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരിക്കും. ഈ പൊളിറ്റിക്സ് എന്നതിലുപരി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു സമ്മർദ്ദം സർക്കാരിൻ്റെ മേലെ ഉണ്ടാവും. അല്ല, അതേ പറഞ്ഞത്, ഇതൊരു പൊളിറ്റിക്സ് എല്ലാത്തിലും ഉണ്ടല്ലോ. സിനിമയിലുണ്ട്, അല്ലാത്ത പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നൊരു സംഗതിയാണ്, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമുണ്ട് ഇതിൽ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുകയും പിന്നെ പുറത്തു വരുമ്പോൾ കുറേ പേജുകൾ മിസ്സാവേണ്ട കാര്യമില്ലല്ലോ. അങ്ങ് ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നു, അതായത് ഈ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരം കാര്യങ്ങൾ അങ്ങയുടെ ഇത്രയും കാലം നീണ്ട സിനിമാ കരിയറിൽ അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഞാൻ ഇതുവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുമില്ല, ആരും ചൂഷണം ചെയ്തിട്ടുമില്ല. നമുക്ക് കേട്ടുകേൾവികൾ മാത്രമേ ഉള്ളൂ, നേരിട്ട് നമുക്ക് വിറ്റ്നസ് ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇടപെടുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ, പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിനെ പറഞ്ഞല്ലോ കേസെടുക്കും. അദ്ദേഹം അത് കാണിച്ചിരുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ ഇഷ്യൂവിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യം കാണിച്ച മുഖ്യമന്ത്രിയാണ്. അത് നമ്മൾ തള്ളി പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇതിന് ഇരയായി എന്ന് പറയുന്നവർ കേസുമായി മുമ്പോട്ട് വന്നാൽ നിയമപരമായ പരിരക്ഷ നൽകും തന്നെയാണ്. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ഒരു ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാണ് എന്നുള്ളൊരു ധാരണ പരത്താൻ സഹായിച്ചു. അപ്പോൾ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന പല പഴയകാല നടികളും അല്ലെങ്കിൽ നടന്മാരും ഒക്കെ ഇതിൻ്റെയൊക്കെ വിക്ടിംസോ അല്ലെങ്കിൽ ഉപഭോക്താക്കളോ പ്രയോക്താക്കളോ ഒക്കെ ആണെന്ന് ഉള്ളൊരു ധാരണ പരത്താൻ പറ്റിയത്. സത്യത്തിൽ ലൈംഗിക പീഡനങ്ങൾക്ക് വളരെ അധികം നടന്നിട്ടുള്ളത് പഴയ കാലത്താണ്. അത് പല ആൾക്കാരുടെ ആത്മകഥകളിലും വന്നിട്ടുണ്ട്. പുതിയ കാലത്ത് കുട്ടികൾ കുറേ കൂടെ സ്ട്രോങ്ങും കുറേ എഡ്യൂക്കേറ്റഡാണ്, അവർ ടാലൻറ്റഡും ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ റെസിസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ഫലമാണല്ലോ ഇപ്പോൾ WCC പോലത്തെ സംഘടന ഉണ്ടായത്. ഇത് WCCയുടെ ഒരു വിജയമാണ്. സത്യത്തിൽ ഇത് WCCയിലേക്ക് എത്തുന്നത് പഴയ നക്സലൈറ്റ് നേതാവ് അജിതയുടെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ അന്വേഷിച്ചുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അവർ നടത്തിയിട്ടുള്ള പല സമരങ്ങളുടെയും ബാക്കിയാണ് ഇവിടെ വിജി കോഴിക്കോട് നടത്തിയിട്ടുള്ള പെൺകൂട്ട് എന്നുള്ള
ഈ തുണിക്കടകളിലുള്ള സ്ത്രീകൾക്കുള്ള ശൗചാലയത്തിൻ്റെ ആവശ്യം, ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ ആദിവാസി നേതാവ് ജാനുവിൻ്റെ നേതൃത്വത്തിൽ ദിൽപ്പ് സമരം, ഇതിലൊക്കെ തുടർച്ചയാണ് WCC. അപ്പോൾ ഈ ചരിത്രത്തിൽ ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. ഈ WCC എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എവിടെയുണ്ട്, ആ അമ്മയിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയല്ലേ ഈ WCC ഉണ്ടായത്. ഇപ്പോഴും WCC ആ രീതിയിൽ പലപ്പോഴും പരാതികൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നടി പറഞ്ഞിട്ടുണ്ട് തനിക്കുണ്ടായ മോശം അനുഭവത്തിനെ കുറിച്ച് പലപ്പോഴും പരാതി അവർ സംഘടനയ്ക്കുള്ളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അതിന് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന? ഇതിപ്പോൾ ഞങ്ങളുടെ ഭരണസമിതി, ഇപ്പോൾ ഞാനടക്കമുള്ള ഭരണസമിതി വന്നിട്ട് ഒരു മാസം 2 മാസം ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു പരാതിയും വന്നിട്ടില്ല അവിടെ. മുമ്പ് 2006 നടന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് പരാതിപ്പെട്ട ഒരു മെയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ലേഡി അയച്ചത്. 2006 നടന്ന സംഭവത്തിന് 2024 കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് അതിന് ഒരു നടപടി ഉണ്ടായതായി താങ്കൾ? അന്ന് നടപടികളായിട്ട് എനിക്ക് അറിവില്ല. ആ നടപടിക്ക് എടുക്കാത്തതുകൊണ്ടാണ് WCC എന്നൊരു സംഘടന രൂപപ്പെടേണ്ടി വന്നത്. നമ്മൾ WCCക്ക് എതിരല്ല, ഞാനെതിരല്ല. പേഴ്സണലി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർ അമ്മ സംഘടന വിട്ടു പോകാൻ പാടില്ലായിരുന്നു. അമ്മയിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നു. നമ്മുടെ സംഘടന പോകുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ അതിൽ തന്നെ നിന്ന് സമരം ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ശക്തി ഉണ്ടായേനെ. ഇതിലിപ്പോൾ ചില പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ. അപ്പം ഈ പേരുകളോടെ തന്നെ ഇത് പുറത്തുവിടേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, അത് സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇതൊരു കമ്മീഷനല്ല, ഇതൊരു ജുഡീഷ്യൽ പവർ ഇല്ലാത്ത ഒരു കമ്മിറ്റി മാത്രമാണ്. അതായത് സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണം, അത് ലൈംഗിക ചൂഷണം, തൊഴിൽ ചൂഷണം ഒക്കെ അറിയാനും പഠിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി മാത്രമാണ്. അല്ലാതെ ഇതൊരു കമ്മീഷനല്ല. ഒരു ജുഡീഷ്യൽ ബോഡി ആണെങ്കിൽ ആൾക്കാരുടെ പേര് പുറത്തു വിടാം, അവർക്കെതിരെ കേസെടുക്കാം. ഇത് മുഖ്യമന്ത്രി പറഞ്ഞാണ് കറക്റ്റ്. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ അഭിപ്രായം വെച്ചിട്ട് കേസെടുക്കാൻ പറ്റില്ല. പരാതിക്കാരുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ, ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യും. ആ നിലപാട് വേണം. ഞങ്ങളതിൻ്റെ കൂടെയാണ്. അമ്മ എന്നുള്ള സംഘടന അതിൻ്റെ കൂടെ തന്നെയാണ്. അതായത് പരാതിക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് നിയമപരമായ മറ്റ് തുടർ നടപടികളിലേക്ക് പോകും. അതിന് അമ്മയുടെ പിന്തുണയുണ്ടാവും. പിന്നെ അമ്മയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ പിന്തുണ ഉണ്ടാവും. വ്യക്തിപരമായിട്ട് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അല്ല എനിക്കൊരു സ്വത്വമുണ്ടല്ലോ. അമ്മയുടെ സംഘടനയുടെ ഭാഗമാകുമ്പോൾ തന്നെ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ അടിയറ വയ്ക്കുന്നില്ല എവിടെയും. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ കൂടെ നിൽക്കും. ഇതിൽ മറ്റൊന്ന്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ടോ? ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് പൂർണ്ണമായും പുറത്തുവിടണം എന്നുള്ളൊരു ഭിന്നതയോ, അല്ലെങ്കിൽ ഈ പേരുകൾ മറച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കുള്ളിലൊരു ഭിന്നതയുണ്ടോ? അമ്മ സംഘടനകളിൽ അങ്ങനെ ഒരു ഭിന്നതയില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ജനറൽ ബോഡിയൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനൊരു ഭിന്നതയൊന്നുമില്ല. കാരണം നമ്മൾ ഭിന്നിച്ച് നിൽക്കേണ്ട കാര്യമല്ല അത്. ഇത് ഈ സിനിമാ മേഖലയെ നവീകരിക്കുന്നതിനുള്ള ആദ്യ ചുവട് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അല്ലാതെ ഒരു സംഘടന ഒരു സിനിമാ ഇൻഡസ്ട്രിയെ തകർക്കുക എന്നുള്ളതല്ല. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടമല്ല ഇത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യാവസായികമായ കലയാണ് സിനിമ. അങ്ങനെ കാണേണ്ടത്. വ്യവസായമാണത്. ഒരാൾ പണം മുടക്കുന്നത് ഇൻഡിവിജ്വലാണ്, സ്റ്റേറ്റ് അല്ല. പണം മുടക്കുന്നു, അയാൾ അതിൻ്റെ ലാഭസാധ്യതകൾ നോക്കുന്നു. അപ്പോൾ എന്നാൽ അവിടെ പരീക്ഷിക്കപ്പെടേണ്ട കുറേ മൂല്യങ്ങളുണ്ട്. സ്ത്രീകളോട് പുലർത്തേണ്ട ചില മാന്യമായ രീതികൾ, മറ്റു തൊഴിലാളികളോട് പെരുമാറേണ്ട രീതി. അപ്പോൾ അതിലൊക്കെ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഗവൺമെൻറ് നിയോഗിച്ച ഈ കമ്മിറ്റി, ഗവൺമെൻറ് സ്വമേധയാ നിയോഗിച്ചതല്ല, WCC ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ്. ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പലതും സ്വീകാര്യമാണ്, നടപ്പിലാക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ 4.5 കൊല്ലം മുമ്പേ ഈ സാംസ്കാരിക മന്ത്രി ഇത് പുറത്തു വിട്ടിരുന്നെങ്കിൽ ഈ 4.5 കൊല്ലം സ്ത്രീകൾക്ക് ഇതേപോലെയുള്ള എന്താ പറയുക സഹിക്കേണ്ടി വരില്ലായിരുന്നു. അവർക്ക് ആവശ്യത്തിന് ശുചിമുറി സൗകര്യമോ, അവർക്ക് ആവശ്യത്തിന് വേഷം മാറാനുള്ള സൗകര്യമോ, അല്ലെങ്കിൽ അവരുടെ വേതന നിരക്ക് വർദ്ധിപ്പിക്കാനോ എന്ന് വെച്ചാൽ എക്സ്ട്രാ നടികർക്ക്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതൊക്കെ നടപ്പിൽ വരും. അവിടെ വൈകി 4.5 കൊല്ലം വൈകിക്കുക ചെയ്ത്. അപ്പോൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാര്യം കൂടി, ഇതിൽ ഈ പരാതിപ്പെട്ടിരിക്കുന്നത്, അതായത് ഈ മൊഴി നൽകിയവർ, അതായത് ഈ പരാതിയുള്ളവർ, അവർ മുന്നോട്ട് വരണം എന്നുള്ളൊരാവശ്യം അവർ താങ്കൾക്കുണ്ടോ? അത് അവരുടെ താല്പര്യമാണ്. ഞാനെങ്ങനെ നിർബന്ധിക്കുക അവരെ? എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇരയാക്കപ്പെട്ടു എന്ന് സ്വയം തിരിച്ചറിയുകയും അത് ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു നീതി കിട്ടാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അവരുടെ ധാർമ്മികമായ ബാധ്യതയാണ്. നമുക്കൊരാളുടെയും ഉന്തിത്തള്ളി വിടാൻ പറ്റില്ലല്ലോ. അത് സ്വയം തീരുമാനിക്കേണ്ട വിഷയമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ പിന്തുണയുണ്ടാവും. വന്നു കഴിഞ്ഞാൽ അത് ന്യായമാണെങ്കിൽ, വെറുതെ ഒരാൾ കയറിയിട്ട് മറ്റേയാളെ പീഡിപ്പിച്ചു, ഇയാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കും? ഇല്ലല്ലോ. അതിനോട് നീതിന്യായ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ വരട്ടെ. ഞാനങ്ങനെ നിന്നിട്ടുണ്ടല്ലോ. എൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാലോ.
ഞാൻ അവിടെ പീഡിപ്പിക്കപ്പെട്ട ഒരു നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ ആരോ കൂടെ നിന്നു, ഞാൻ അവരെ കൂടെ നിന്നു. അതുകൊണ്ട് ഞാൻ കുറേ അനുഭവിച്ചു. ഇതിലിപ്പം ആ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഈ സിനിമാ മേഖലയിലുണ്ടോ? അല്ലാതെ എല്ലാ മേഖലയിലും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ഉണ്ടാവും, നിങ്ങളുടെ മീഡിയയിലാണെങ്കിലും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരു പവർ ഗ്രൂപ്പ്. 15 തന്നെയാണോ അതോ അതിലധികം ഉണ്ടോ എനിക്കറിയില്ല. 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അവരുടെ ഒരു ഫൈൻഡിങ്സ് ആണത്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പവർ പോയിന്റുകളൊക്കെ ഉണ്ട്, പവർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. പലരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ കാരണം പലർക്കും ഈ വേഷങ്ങൾ നഷ്ടമാവുന്ന അല്ലെങ്കിൽ സിനിമയിൽ തൊഴിൽ നഷ്ടമാവുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിലുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വിലക്ക് ഏർപ്പെടുത്താൻ ഒരു സംഘടനയ്ക്കും സാധ്യമല്ല എന്നാണല്ലോ പുതിയ സുപ്രീം കോടതിയുടെ തന്നെ നിരീക്ഷണം വെച്ചിട്ട് വിനയൻ്റെയൊക്കെ കേസിൽ അങ്ങനെയാണല്ലോ, നമുക്കൊരു വിലക്ക് ഏർപ്പെടുത്താൻ പറ്റില്ല. എന്നാലും ഒരു ഹിഡൻ അജണ്ടയായിട്ട് വിലക്ക് ഏർപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇന്ന പടത്തിൽ വേണ്ട എന്നൊക്കെ ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ പറ്റും. ഇപ്പം എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. താങ്കൾക്ക് അങ്ങനെ അനുഭവമുണ്ട്? എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദിലീപിൻ്റെ ഇഷ്യൂവിൽ ഞാൻ ഇരയോടൊപ്പം പീഡിപ്പിക്കപ്പെട്ട നടിയോടൊപ്പം നിന്ന് മാത്രമല്ല, ഞാൻ അവർക്ക് വേണ്ടി എഴുതുകയും വാദിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല സിനിമകളിലും, അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർ എടുക്കുന്ന പല സിനിമകളിലും ഞാനില്ലാതെ എന്നെ മാറ്റിയിട്ടുണ്ട്. അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല, എന്നെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്നേഹവും പകയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാത്തിലും. അതിപ്പോഴും തുടരുന്നുണ്ട്? അറിയില്ല. ഇപ്പം അങ്ങനെ തുടരാൻ പറ്റില്ല. കാരണം എന്താ പറയുമോ, നമുക്ക് എന്തെങ്കിലും നമ്മൾക്കൊരു ഫയർ ഉണ്ടെങ്കിൽ, ഒരു ആർട്ടിസ്റ്റിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഫയർ ഉണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തിലകൻ ചേട്ടനെ മാറ്റി നിർത്തിയില്ലേ, എന്ത് സംഭവിച്ചു? തിലകൻ ചേട്ടന് തിരിച്ചു വിളിക്കേണ്ടി വന്നു. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ വേറെ ആളില്ല. അപ്പോൾ അതുപോലെ എഴുത്തുകാരനാണെങ്കിലും ശരി, സംവിധായകനാണെങ്കിലും ശരി, ആരൊക്കെ എങ്ങനെയൊക്കെ കൂച്ചുവലും കിട്ടാലും അവരുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നിരിക്കും. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു നടൻ ജോയ് മാത്യു. പ്രജ്വൽ സുരേഷിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.